നമസ്കാരം. ഒരു കൊല്ലവർഷത്തിന്റെ പ്രഥമമായ മാസമാണ് ചിങ്ങമാസം. നമുക്കേവർക്കും അറിയാവുന്ന ഒരു ചൊല്ലാണ് തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും എന്ന്. ഒരു ശുഭകാര്യമാണ് ഏതൊരു ആരംഭത്തെയും നാം സനാതന ധർമ്മത്തിൽ കണക്കാക്കുന്നു. അതും ഒരു വർഷാരംഭമാകുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകപ്പെടുന്നതുമാണ്. കർക്കിടക മാസ പുണ്യത്തോടെ സർവ പ്രാർത്ഥനകളോടെ ഒരു പ്രതീക്ഷയാണ് ചിങ്ങം 1. ആ മാസമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മനുഷ്യനോടൊപ്പം പ്രകൃതിയും ഈ മാസത്തെ വരവേൽക്കുന്നു എന്നാണ് ഐതിഹ്യം. കാണം വിറ്റും ഓണം ഉണ്ണാൻ നാം തയ്യാറാകുന്ന ദിനങ്ങൾ. ക്ഷേത്രത്തിൽ പ്രത്യേകമായ പൂജകൾ ഉണ്ടാകുന്നു. എന്നാൽ ചിങ്ങം 1-ാം തീയതി മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരുന്നു അഥവാ പ്രവേശിക്കുന്നു എന്നാണ് പറയുക, എന്നാണ് വിശ്വാസം. ഇതിനാൽ അന്നേ ദിവസം പ്രത്യേകിച്ചും ചില തെറ്റുകൾ ചെയ്യരുത്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഏവരും കാണുവാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ തീർച്ചയായും നാളെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ഈ വീഡിയോയിലൂടെ നാളത്തെ പ്രധാനപ്പെട്ടതായ സമയത്തെക്കുറിച്ചും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ വർഷം മുഴുവൻ നിലനിൽക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വർദ്ധിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിരാവിലെ ചില കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിരാവിലെ തന്നെ ഉണരുക. ശുഭവസ്ത്രം നിങ്ങൾ ധരിക്കണം. ക്ഷേത്ര ദർശനം നാളെ തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ നാളത്തെ ദിവസം ചെയ്യേണ്ടത്. ഇതിനു പിന്നിൽ ശാസ്ത്രീയമായും ഐതിഹ്യപരമായും കാരണങ്ങൾ നിരവധിയാണ്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ സമയം, ഭൂമിയിൽ ഏറ്റവും അധികം ഈശ്വര സാന്നിധ്യം ഓരോ ചരാചരങ്ങളും അനുഭവിക്കുന്നതായ സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. ഈ സമയം ഉണർന്ന് ചില കാഴ്ചകൾ ആദ്യം കാണുന്നതും ഉത്തമം തന്നെയാകുന്നു. നാളത്തെ ബ്രാഹ്മമുഹൂർത്ത സമയത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതിരാവിലെ, അതായത് വെളുപ്പിന് 4:41 മുതൽ വെളുപ്പിന് 5:29 വരെയാണ് ബ്രാഹ്മമുഹൂർത്ത സമയം. ഈ സമയം നിങ്ങൾ ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ ഇനി പറയുന്നതായ കാര്യങ്ങൾ കാണുക. പൂജാമുറിയിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സാധിക്കുന്നവരാണ് എങ്കിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുക. ഒരു താലത്തിൽ മഞ്ഞൾ, അത് ചാലിച്ചതായിരിക്കണം. മഞ്ഞൾ ചാലിച്ചത്, അതോടൊപ്പം ചന്ദനം, സിന്ദൂരം, ധാന്യങ്ങൾ, അരി ആയാലും മതി. മധുരം, ഫലം, നാണയം. സാധിക്കുന്നവരാണ് എങ്കിൽ സ്വർണം കൂടി കണിയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. ശേഷം അടുക്കളയിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ച് വയ്ക്കുന്നതും, അടുത്ത ദിവസം നിങ്ങൾ അതിരാവിലെ ഇത് കാണുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാണ് പറയുക. അതിനാൽ ഇന്നേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് തന്നെ അടുക്കളയിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇനി ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ വീട്ടിൽ അടുപ്പുണ്ട് എങ്കിൽ അടുപ്പിൽ ചെയ്യാം. ഇനി അഥവാ ഗ്യാസ് അടുപ്പാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ ചെയ്യുക. ആദ്യം ഓം ഗം ഗണപതിയേ നമ എന്ന് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നുള്ള് നെയ്യ്, ശർക്കര, നാളികേരക്കൊത്ത് നിങ്ങൾക്ക് അടുപ്പിലേക്കിടാം. അടുപ്പിലേക്കിട്ട് കത്തിക്കണം. അതായത് തീ കത്തിച്ച് ആ തീയിലേക്കാണ് ഈ വസ്തുക്കൾ ഇടേണ്ടത്. ഇനി നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പാണ് ഉള്ളത് എങ്കിൽ ഒരു ചിരട്ടയെടുത്ത്, അത് വൃത്തിയുള്ള ചിരട്ടയായിരിക്കണം. ആ ചിരട്ടയിൽ, അതായത് ഗ്യാസിന് മുകളിൽ ഈ ചിരട്ട വെച്ച് ആ ചിരട്ടയുടെ ഉള്ളിലേക്ക് ഈ പരാമർശിച്ചിരിക്കുന്ന ഒരു നുള്ളു നെയ്യ്, ശർക്കര, നാളികേരക്കൊത്ത് നിങ്ങൾക്കിടാം. ശേഷം ഈ ചിരട്ട ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് കളയാവുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വർഷം മുഴുവൻ തടസ്സങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായി തീരും. അടുപ്പുണ്ട് എങ്കിൽ അടുപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം. പ്രധാന വാതിൽ തുറന്ന്
നിങ്ങൾ ആകാശം കണി കാണുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. കൂടാതെ തുളസി കണി കാണുന്നതും അതീവ ശുഭകരമാണ്. കൂടാതെ പുഷ്പങ്ങൾ കണി കാണുന്നതും വളർത്തുമൃഗങ്ങളെ കണി കാണുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങൾ കാണാൻ പാടുള്ളതല്ല. ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ ഈ കാര്യങ്ങൾ കാണുന്നത് അത് നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ശുഭമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരും. ആദ്യത്തേത് നിഴലാണ്. നിഴൽ നിങ്ങൾ ഒരിക്കലും കാണുവാൻ പാടുള്ളതല്ല. ഉണർന്ന ഉടനെ നിങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാൻ പാടുള്ളതല്ല. അതായത് കണ്ണാടിയിൽ നിങ്ങൾ ഉണർന്ന ഉടനെ ആദ്യ 24 മിനിറ്റിനുള്ളിൽ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാറാല ഒരിക്കലും കണി കാണാൻ പാടുള്ളതല്ല. എച്ചിൽ പാത്രങ്ങൾ കണി കാണാൻ പാടുള്ളതല്ല. അതിനാൽ എച്ചിൽ പാത്രങ്ങൾ പൂർണ്ണമായും കഴുകി നിങ്ങൾ വയ്ക്കേണ്ടതും അനിവാര്യമാണ്. കിടക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യുക. മൂർച്ചയേറിയ വസ്തുക്കൾ ഒരിക്കലും കണി കാണാൻ പാടുള്ളതല്ല. ബില്ല് തുടങ്ങിയ കാര്യങ്ങൾ അത് മരുന്നിന്റെ ലിസ്റ്റ് പോലും ആകാം. അവ ഉണർന്ന ആദ്യ 24 മിനിറ്റിൽ കാണുന്നത് ശുഭമല്ല. കേടായ വസ്തുക്കൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ കണി കാണുന്നതും അശുഭകരമായ ഫലങ്ങളാണ് നൽകുക. ഭയപ്പെടുത്തുന്നതായ വാർത്തകൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നോവായി മാറുന്ന വാർത്തകളും ചിത്രങ്ങളും ഉണർന്ന ആദ്യ 24 മിനിറ്റിൽ കാണുന്നതും നിങ്ങൾക്ക് ശുഭഫലം നൽകില്ല എന്നുള്ളതാണ്. നാളെ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം. എന്നാൽ പരമപ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കുടുംബദേവതയെ നിങ്ങൾ വന്ദിക്കുക എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും കുടുംബദേവതാ ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയുന്നതായ വഴിപാട് നാളെ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായ വഴിപാടിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നാളെ നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താവുന്നതാണ്. അതോടൊപ്പം ഭഗവതി സേവ കൂടി നടത്തുകയാണ് എങ്കിൽ സർവ ഐശ്വര്യങ്ങൾ തന്നെ ഫലമായി വന്നു ചേരും. ഇനി വഴിപാട് നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ നെയ്വിളക്ക് ഭഗവാന് നടത്താം. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് നടത്തുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. ആ വർഷം മുഴുവൻ ഈശ്വരാധീനം വന്നു ചേരുന്നതിന് സഹായകരമായ ഒരു വഴിപാട് തന്നെയാണ്. കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികളുടെ പേരിൽ സാരസ്വത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും, കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികളുടെ പേരിൽ സാരസ്വത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ആ കുട്ടികൾക്ക് വിദ്യയിൽ ഉയർച്ചയ്ക്കും ബുദ്ധിപരമായ ബുദ്ധി വൈഭവം വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും എന്നുള്ളതാണ്. സ്ത്രീകളുടെ പേരിൽ ഭാഗ്യസൂക്തവും നടത്താം. പുരുഷന്മാരാണ് എങ്കിൽ പുരുഷ സൂക്തവും നടത്താം. ഇനി മറ്റു വഴിപാടുകൾ, ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വഴിപാടുകളാണ് എങ്കിലും നടത്താം. നാളെ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാം. വീട്ടിൽ പൂവിട്ട പുഷ്പങ്ങൾ അത് പറിച്ച് നാളെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ അത് 2 നേരവും ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ചും നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ധന നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ്. ധനപരമായ നേട്ടങ്ങൾ ധനം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരാം. വർഷം മുഴുവൻ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നാളെ നിങ്ങൾക്ക് മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പായസം, ഫലവർഗ്ഗങ്ങൾ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. പൂജാമുറിയിൽ തന്നെ ഇപ്രകാരം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ തീർച്ചയായും 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുക. അത് നെയ്വിളക്കാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. ഈ കാര്യങ്ങൾ നാളെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.